ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. വിജയകരമായ ജീവിതത്തിനും പഠനത്തിനും സാധിക്കുന്ന ചില ദൈവവചനങ്ങൾ. ജോബ് 40:19. നിന്നെ പേരിട്ടവനല്ലാതെ ആർക്കും നിന്നെ തോൽപ്പിക്കാനായിട്ട് കഴിയുകയില്ല. അടുത്ത വചനം ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. മൂന്നാമത്തെ വചനം ജോബ് 22:28. അവിടെ പറയുന്നത് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. അമേരിക്കൻ പ്രസിഡൻ്റായി തീർന്ന റൂസ്വെൽറ്റിൻ്റെ ചരിത്രം വായിച്ചു തോറുകയാണ്. അദ്ദേഹത്തിന് ജന്മന കാഴ്ചശക്തി കുറവായിരുന്നു. പിന്നീട് കേൾവിശക്തിയെല്ലാം ബാധിച്ച്. പക്ഷേ അദ്ദേഹം ആരായിത്തീർന്നു? അമേരിക്കൻ പ്രസിഡൻ്റ് ആയിത്തീർന്നു. നല്ലൊരു വായനക്കാരനും നല്ലൊരു വേട്ടക്കാരനുമായിരുന്നു. ഇപ്പോൾ ഒരു വേട്ടക്കാരന് അല്ലെങ്കിൽ ഒരു വായിക്കുന്ന ആൾക്ക് വേണ്ടത് എന്താ? കാഴ്ച വേണം, നല്ല കേൾവി വേണം. അതുപോലെ തന്നെ ധാരാളം ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവസാനം അദ്ദേഹം വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കാനാവാത്ത അവസ്ഥയിലേക്ക് വന്നപ്പോഴും ഈ രീതിയിലും ജീവിതം ഞാൻ പരിശീലിക്കേണ്ടിയിരിക്കുന്നു എന്ന് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. അപ്പോൾ ഈ വചനങ്ങളൊന്നും മറന്നു പോരുത്. ജോബ് 40:19, ഫിലിപ്പിയർ 4:13, അതുപോലെ ജോഷ 1:5. നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. നമുക്കറിയാം, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പുറത്തു നിന്നല്ല, ഇരുമ്പിൽ നിന്ന് തന്നെയാണ് ആ തുരുമ്പ് വരുന്നത്. അപ്പം നമ്മൾ തന്നെ രക്ഷപ്പെടില്ല, ശരിയാകില്ല, പഠിക്കാൻ പറ്റൂല, മാർക്ക് കിട്ടൂല, ജയിക്കൂല എന്ന് വിചാരിച്ചിരുന്ന അങ്ങനെ തന്നെ ഞാൻ ഈ യൂട്യൂബിലൂടെ വചനങ്ങൾ, മോട്ടിവേഷൻ ടോക്കുകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ധാരാളം പേര് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ട്, നേരിട്ട് വന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ അനുഭവങ്ങൾ എഴുതിയിടുകയും വിളിച്ചു പറയുകയും വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചതല്ല, അല്ലെങ്കിൽ ഇതൊരു കടമ്പയായിരുന്നു. OET ആകട്ടെ, IELTS ആകട്ടെ, അതുപോലെയുള്ള അവരുടെ കരിയറിനെ ബാധിക്കുന്ന തരത്തിലുള്ള അവർ തിരഞ്ഞെടുത്ത പല കോഴ്സുകളും പഠനങ്ങളും. പക്ഷേ ഇതെങ്ങനെ സാധിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല. അതാണ് ഉറച്ച് വിശ്വസിക്കുക. വിൻസ്റ്റൺ ചർച്ചിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? കണക്കിന് ഏറ്റവും മോശമായിരുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷെ അവൻ ആരായിത്തീർന്നെന്നറിയാമോ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും ആയിത്തീർന്നു. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളാണെങ്കിൽ അവന് കണക്ക് പാടാ, അവന് ഹിന്ദി പാടാ, അവന് ഇംഗ്ലീഷ് പാടാ, അവന് സോഷ്യൽ പാടാ, അവന് കെമിസ്ട്രി പാടാ. ദൈവത്തോർത്ത് പറയല്ലേ. നമ്മളെപ്പോലത്തെ മനുഷ്യർ തന്നെ ഇതൊക്കെ എഴുതിയതും പഠിപ്പിച്ചതും പിന്നെ പ്രസിദ്ധീകരിച്ചതും പബ്ലിഷ് ചെയ്തതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ച് ജയിച്ചു പോയതും. അവർക്കൊക്കെ പറ്റിയതാണെങ്കിൽ ജയിച്ചെങ്കിൽ നമ്മുടെ കൊച്ചിനും നമുക്കും ഇതെല്ലാം പറ്റും. ഞാനിപ്പോൾ ഷെഫ് പിള്ളയുടെ ചരിത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷെഫ് പിള്ളയുടെ കഥ. അപ്പോൾ എൻ്റെ ബോഡി ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഇപ്പോഴാണ് അറിയുന്നത്, എൻ്റെ ഭാര്യ കൊല്ലത്തുകാരത്തിയാണ്. അപ്പോൾ അവൾക്ക് ഈ ഷെഫ് പിള്ള കുക്കിങ്ങിൽ ജാസ് അച്ചായൻസ് കിച്ചൺ എന്ന് പറഞ്ഞ് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോൾ 1500ഓളം വീഡിയോകൾ എൻ്റെ ജീവിത പങ്കാളിയുടെ നേതൃത്വത്തിൽ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ഭൂരിഭാഗവും കുക്കിങ്ങാണ്. കുക്കിങ്, ട്രിപ്പുകൾ, ഫുഡ്, എൻ്റർടൈൻമെൻറ്റ്സ്, ഹോബീസ്, ഇതെല്ലാമാണ് ഇടുന്നത്. ഏറ്റവും കൂടുതൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട, കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പുതിയതും പഴയതുമായ വിഭവങ്ങളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഒരു മുട്ട വറുത്താൽ പോലും ശരിയാകുമെന്നും പറഞ്ഞ് കൈവറച്ചിരുന്ന എൻ്റെ ഭാര്യ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനും ഉണ്ടാക്കിയുള്ളതിനും കയ്യും കണക്കുമില്ല. പലരുടെയും മനസ്സിനെ പിടിച്ചു കൊലക്കിയിട്ടുണ്ട്. അത്ര രീതിയിൽ ഞാൻ എൻ്റെ ഭാര്യ ഉയർത്തുകയല്ല. അപ്പോൾ അവൾക്കൊത്തിരി മോട്ടിവേഷനുള്ളൊരു കാര്യമാണ് ഷെഫ് പിള്ളയുടെ. ഒരു ചോർന്നലിക്കുന്ന ഒരു ഓലപ്പരയിൽ നിന്ന്, അല്ലെങ്കിൽ ചാണം മെഴുകിയ ഒരു തറയിൽ നിന്ന്, വിദ്യാഭ്യാസത്തിന് പോലും ബുദ്ധിമുട്ടിരുന്ന ഒത്തിരി പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ആ വ്യക്തി ഇന്ന് കുക്കിങ്ങിൻ്റെ മേഖലയിലെ ഒരു കുലപതി ആയിത്തീർന്നു. എന്ന് മാത്രമല്ല, ഇന്ന് 100 കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഈ മേഖലയിലെ വലിയ സാമ്രാജ്യത്തിൻ്റെ ഒരു ഉടമ കൂടെ ആയിത്തീർന്നു. അങ്ങേറ്റം വരെ പോയി, രാജ്യാന്തര ലെവലിലേക്ക് കടന്നു ചെന്നു. ഷെഫ് പിള്ള അടിച്ചു നോക്കിയാൽ മതി, നിർവാണ എന്നൊക്കെ പറഞ്ഞാൽ
അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ എൻ്റെ ജീവിതപങ്കാളി ഷെഫ് പിള്ളയുടെ നിർവ്വാണം എന്നും പറഞ്ഞൊരു ഫുഡിൻ്റെ ഇതുപോലെ പോസ്റ്റ് ചെയ്ത് ഞാൻ ഓർക്കണം. എത്രയോ പേരാണ് അതെല്ലാം കണ്ടത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ പലരും ഇരുന്ന് പോകും, പക്ഷെ പ്രത്യേകിച്ച് ഭക്ഷണക്കൊതിയന്മാർക്ക്. അപ്പോൾ ഇതാണ്, എനിക്കൊന്നുമില്ല, ഞങ്ങൾക്കൊന്നുമില്ല, ഞാൻ പാവപ്പെട്ട വീട്ടിലാണ്, എനിക്ക് പഠിപ്പില്ല അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിരുന്ന അവിടെ ഇരിക്കും. പക്ഷേ പറന്നുയരാനായിട്ട് ആഗ്രഹിക്കുകയും ശ്രമിക്കുക. എങ്ങനെ പറയും, ഞാൻ പറയാറില്ല ABCDE. A ഫോർ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, രക്ഷപ്പെടും, മാറും, സാധിക്കും. അതിന് പകരം പറയുന്നത് എന്താ, എന്തോരം പേരാ ജോലി കിട്ടാതിരിക്കുക, എന്തോരം പേരാ പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളായിട്ട് എന്ത് ചെയ്തിട്ടും വല്ല കാര്യമുണ്ടോ, പണ്ട് മുതലേ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയാണ്. ഇതൊക്കെ നിർത്ത്. പ്രാർത്ഥിക്കുകയും ചെയ്യും, ഇനി പോകാത്ത പള്ളി അമ്പലവും ഒന്നുമില്ല, എല്ലാം ചെയ്യും. പക്ഷേ ഒന്ന് പോസിറ്റീവായിട്ട് മനസ്സിനെ സെറ്റാക്കുക. ആറ്റിറ്റ്യൂഡ്, അതുപോലെ ബിലീഫ്, വിശ്വാസം വേണം. ദൈവത്തിൽ വിശ്വാസം വേണം, അവനവനെ തന്നെ വിശ്വാസം വേണം. ABCDE. A ഫോർ ആറ്റിറ്റ്യൂഡ്, B ഫോർ ബിലീഫ്, വിശ്വാസം വേണം. അവനവനെയും വിശ്വാസം വേണം, ദൈവത്തെയും വിശ്വാസം വേണം. അതുപോലെ എനിക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം. C ഫോർ കമ്മിറ്റ്മെൻറ്റ്. ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല. അതായത് പത്രത്തിലെ ഇത് വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമുണ്ടോ, അത് നമ്മുടെ ജീവിതമായിട്ട് മാറണം. അതിന് കഷ്ടപ്പെടണം, വില കൊടുക്കണം, അതിരാവിലെ എഴുന്നേൽക്കണം, അന്വേഷിക്കണം, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ്, അത് വരിക്കുക, ആയിത്തീരുക. ഏത് കാര്യത്തിനായാലും നിരന്തരമായ പരിശ്രമവും എല്ലാം ആവശ്യം. ഇപ്പം എൻ്റെ ഇളയ മകൾ, ഞാനും മകനിലൂടെയാണ് ഈ ഫീൽഡിലേക്ക്. അവനൊരു ബോഡി ബിൽഡറാണ്, ഫിറ്റ്നസ് ട്രെയിനറാണ്, അതുപോലെ പിന്നെ പവർ ലിഫ്റ്റിങ്ങിലും വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും എല്ലാം കടന്നു വന്ന ആളാണ്. അതുപോലെ ഇളയ മകൾ, ഞാൻ ചെറുതാണ്, കൊച്ചാണ്, പെങ്കൊച്ചാണെന്നും പറഞ്ഞിരുന്നു വെച്ചെങ്കിൽ പലരും നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അവളിപ്പോൾ 3 നാഷണൽ ലെവലിൽ ഈ പവർ ലിഫ്റ്റിങ്ങിൻ്റെ മേഖലയിൽ, ഇപ്പോൾ അടുത്തത് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൻ്റെ മേഖലയിൽ ഗാന്ധിജി യൂണിവേഴ്സിറ്റി പോയി വിജയിച്ചു. ഇനിയിപ്പോൾ അടുത്തത് ആദ്യമായിട്ട് ആ മേഖലയിൽ എക്യുപ്ഡ് ആയിട്ടുള്ള അതിൽ ആദ്യമായിട്ട് ഇറങ്ങാൻ പോവുകയാണ്, അതിൻ്റെ പ്രത്യേക ഡ്രസ്സുകളൊക്കെ ധരിച്ച്. അപ്പോൾ ഒന്നിലും പിൻവാങ്ങുന്നില്ല, എനിക്ക് സാധിക്കും. ഞാൻ പെണ്ണാണ്, അല്ലെങ്കിൽ ഞാൻ കൊച്ചാണ്, എല്ലാവരുടെയും കൊച്ചായിട്ടിരുന്ന ഇളയാളാണ്, അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. കൊച്ചിനെ കൊണ്ട് പോയി എനിക്കും ഇതുപോലെ നാഷണൽ ലെവലിൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ കയറി വിജയം നേടാനൊക്കെ സാധിച്ചു. കൊച്ചിൻ്റെ കൂടെ പോയതാണ്, പക്ഷേ ദൈവം അങ്ങനെ അവസരങ്ങൾ ഉയർത്തി തന്നു. അല്ലാതെ എനിക്ക് എൻ്റെ 49ാമത്തെ വയസ്സിലാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ഈ 50ാമത്തെ വയസ്സിലും കോഴിക്കോട് ചെന്ന കേരളയിലും വിജയിയാകാനായിട്ട് പറ്റി. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറി എന്നുണ്ടോ, പ്രായമായിരുന്നോ, രോഗിയായിരുന്നോ, ചിലരൊക്കെ പറയാം ഷുഗർ, എന്ത് പറഞ്ഞാലും ഷുഗർ കുറച്ച് അങ്ങനെ പറഞ്ഞ് ഡൗൺ ആകണ്ട. അതുപോലെ തന്നെ കുട്ടികളെ, അവൻ മിടുക്കുക മോനെ, നിനക്ക് പറ്റും, ശരിയാകും, ഒരെണ്ണം അങ്ങോട്ട് വെച്ച് തന്നാലുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും എങ്ങനെ വെച്ചു കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെ. അങ്ങനെ കൊച്ചുങ്ങളോട് ഇങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് നിനക്ക് പറ്റും, നീ മിടുക്കന. ഒന്ന് അവരിത്തിരി തണുത്തു പോയി, അല്ലെങ്കിൽ ഒന്ന് ഡൗണായിപ്പോയി, അല്ലെങ്കിൽ ഇത്തിരി മാർക്ക് കുറഞ്ഞു. പിന്നെ മാർക്ക് കൊണ്ട് വിജയിച്ചവരല്ല. തോമസ് ആൽവ എഡിസനൊക്കെ വിദ്യാലയത്തിൽ നിന്ന് എഴുതി തള്ളിയ കൂട്ടത്തിൽ പെട്ടവരായിരുന്നു. അങ്ങനെ എത്രയോ ശാസ്ത്രജ്ഞന്മാരുണ്ടെന്ന് അറിയാമോ? എഴുതിക്കൂട്ടിയ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു. ലോകം മുഴുവനും പ്രത്യേകിച്ച് അമേരിക്കയിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ദുഃഖം ആചരിച്ചു അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ. വൈദ്യുത ബൾബ് ഉൾപ്പെടെ അനേകം കണ്ടുപിടുത്തങ്ങൾ. അപ്പോൾ ഇതാണ്, എനിക്ക് പറ്റൂല എന്ന് വിചാരിച്ചാൽ അവിടെ ഇരിക്കും. വിൽമ റുഡോൾഫ് 1960കളിൽ റോമിൽ നടന്ന ഒളിമ്പിക്സിൽ 3 സ്വർണ്ണ മെഡൽ നേടി. കൂട്ടുകുടുംബത്തിൽ, ഒത്തിരി മക്കളുള്ള കുടുംബത്തിൽ കഷ്ടപ്പാട്, ദാരിദ്ര്യം, രോഗിയായി തീർന്ന അവസ്ഥ. എന്നാൽ കാലിന് തന്നെ രോഗാവസ്ഥകൾ. അമ്മയുടെ പ്രോത്സാഹനവും പ്രാർത്ഥനയും. 3 ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡലുകൾ അന്ന് നേടി. തുടർന്ന് വിജയങ്ങളുടെ നേട്ടങ്ങൾ മാത്രം. അപ്പോൾ ഈ വചനങ്ങൾ ജോഷുവ 1:5, നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ എഴുതി ഒട്ടിച്ചിരിക്കുന്ന ജോബ് 22:28, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ച് കിട്ടും. അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ സാധിക്കും, പറ്റും. എന്നാലും പരാജയങ്ങളൊക്കെ ഉണ്ടായേക്കാം. വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ പരാജയങ്ങളെ ചുവടുകളാക്കി മാറ്റുവാനായിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും വിജയം നമ്മളെ തേടി വരും. അല്ലാതെ അപ്പോൾ A ഫോർ ആറ്റിറ്റ്യൂഡ്, B ഫോർ ബിലീഫ്, C ഫോർ കമ്മിറ്റ്മെൻറ്റ്, D ഫോർ ഡിസയർ,
ആഗ്രഹിക്കണം, തീക്ഷ്ണമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ഈ ഫോർ എന്തൂസിയാസം, അത്യുത്സാഹം. ടെൻസിങ് ഹിലാരിയും ഇതാ ഹിമാലയത്തിൻ്റെ നെറുകയിൽ കാല് കുത്തിയത് ഒരു ദിവസം കൊണ്ട് ഓടി വന്നതല്ല. പണ്ട് പലരും കയറി പരാജയപ്പെട്ടതും കയറാൻ പറ്റാത്തതും വീണ് മരിച്ചതും അപകടം പറ്റിയതും എല്ലാം അറിയാം. പക്ഷേ അവർ പറയുമായിരുന്നു, അല്ലയോ ഹിമാലയമേ, ഞങ്ങൾ വളരും, പക്ഷെ നീ വളരുകയില്ല, ഒരു നാൾ ഞങ്ങൾ നിൻ്റെ നെറുകയിൽ കാലുകുത്തും. ഇതിങ്ങനെ പറഞ്ഞ് അതുകൊണ്ട് ഞാനിത് നേടും, വിജയിക്കും, മിടുക്കിയാകും. എൻ്റെ ഇടയ്ക്കുള്ളൊരു കൊച്ചിനെയും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ കരച്ചിൽ എന്ത് ചെയ്യാനാ എന്താകാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഡോക്ടറാകും. അപ്പോൾ സന്തോഷമുണ്ട്, കരച്ചിലുമാണ്. പക്ഷേ ഇന്ന് അവൾ ഡോക്ടറായി. പ്രാർത്ഥിച്ചാൽ, പരിശ്രമിച്ചാൽ. എന്നോടൊരു ശുശ്രൂഷയ്ക്ക് എന്നപ്പോൾ ഒരു ബ്രദർ, അദ്ദേഹം ഒരു പ്രൊഫസറും കൂടെ, അദ്ദേഹം പറഞ്ഞു, ഷൈജു എൻ്റെ വീട്ടിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകണം, ആകെ ഒരു കൺഫ്യൂഷനിലാണ്. മകനെ പ്രതി ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലും ക്ലാഷാണ്. കാരണം അവന് മെഡിസിൻ തന്നെ പോകണം, പലതവണ എഴുതിയിട്ടും കിട്ടുന്നില്ല. ചിലപ്പോൾ അതായിരിക്കുമല്ലോ അവന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ അവനായിട്ട് സംസാരിച്ചു. അവൻ്റെ കണ്ണുകളിലെ ആ തിളക്കവും ആ ആഗ്രഹവും എല്ലാ ദുഃഖങ്ങൾക്കും പരാജയങ്ങൾക്കിടയിൽ കണ്ടു. ഞാൻ പറഞ്ഞു, സാറേ അവനൊരവസരവും കൂടെ കൊടുക്ക്, അവൻ ഇത്രയും പരിശ്രമിച്ചതല്ലേ എന്ന് പറഞ്ഞു. പരിശ്രമിച്ചു, മിടുക്കനായി, പഠിച്ചു, ഡോക്ടറായി. ഡോക്ടറോ എഞ്ചിനീയറോ ആവുന്നതിൽ മാത്രമല്ല, ജീവിതത്തിൽ വിജയിക്കാതെ എന്താ കാര്യം? നമ്മളൊരു സാമൂഹ്യ ജീവികളാണ്. ജീവിതത്തിലുള്ള എല്ലാ ലക്ഷ്യങ്ങളും നേടുവാൻ നമുക്ക് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കണം, നന്മ ചെയ്യാനായിട്ട് സാധിക്കണം. വിശ്വ മദർ തെരേസ പോലെയുള്ളവരുടെയൊക്കെ ജീവിത ലക്ഷ്യങ്ങൾ അതായിരുന്നു. ഇതാ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു, ലോകം മുഴുവനെയും നേടി, ജാതി മതഭേദമന്യേ പ്രവർത്തിച്ചു. അതുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്തി ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടമാണ്. നല്ലവണ്ണം പഠിക്കാം, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാം. പരീക്ഷകൾ എഴുതുന്ന മുതിർന്നവരും വീണ്ടും പരിശ്രമിക്കുക, ഉത്സാഹിക്കുക. ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല. ഇതാ സമയം. എനിക്കോ നിങ്ങൾക്ക് വേണ്ടി നോക്കി നിൽക്കാറില്ല. അവസരങ്ങൾ ഉപയോഗിക്കുക. അവസരങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ എപ്പോഴും എല്ലാവർക്കും അവസരങ്ങൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് മാറി നിൽക്കാതെ ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ, സമയം വിലയുള്ളതായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഉത്സാഹിക്കുക. വെറുതെ ഇരുന്ന് ആരും കൊണ്ടുവന്ന് ഒന്നും സ്പൂൺ ഫീഡിങ് ആയിട്ട് നമുക്ക് ചെയ്തു തരത്തില്ല. നമ്മൾ തന്നെ കഷ്ടപ്പെടണം. ഈ ലേക്ക് ഷോർ ആശുപത്രി ജോലി എടുത്തിരുന്ന ഒരു സഹോദരി എന്നോട് പറയും, ഷൈജു വിദേശത്ത് പോയി നേഴ്സായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ GNM മാത്രമേ ഉള്ളൂ. ഷൈജു ബ്രദറെ, മൂക്കിൽ പല്ല് വന്നു, ഇനി മോട്ടിവേഷനും വെച്ചുകൊണ്ടിരുന്ന ഇതും വെച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒന്നും കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഇല്ല, സഹോദരി പോവും, സഹോദരിക്ക് അവസരം കിട്ടും, പ്രാർത്ഥിക്കുക. അപ്പോൾ എങ്ങനെ ആരും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമ്മളെയൊന്നും ആരുമില്ല. പക്ഷേ ഇന്ന് അയർലൻഡിൽ ജോലി എടുക്കുകയാണ്. വെക്കേഷൻ വരുമ്പോൾ ഭർത്താവിനെയും കൊച്ചിനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ ദിവസം കൂടി വിളിച്ച് സംസാരിച്ചതാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. സാധ്യതകൾ നമ്മളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ടാലൻ്റ് എന്ന് പറയും, കഴിവുകൾ. അപ്പം എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ വ്യക്തിയാകാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് പരിമിതമായിരിക്കാം, സാഹചര്യങ്ങളെല്ലാം നമുക്കെതിരായിരിക്കാം. പക്ഷെ ഒരു നല്ല നാളേക്ക് വേണ്ടി, ഒരു നല്ല ദിവസത്തിന് വേണ്ടി ആഗ്രഹിക്കുക, സ്വപ്നം കാണുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, നിരാശപ്പെടാതിരിക്കുക, ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക. അതുവരെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിട്ടിട്ട് കയറി മുറിയടച്ച് ഇരിക്കാനല്ല, ഒന്നും നിഷ്ക്രിയരായിട്ട് ഇരിക്കാതിരിക്കുക. ഒരു മുറിയാണെങ്കിൽ വെറുതെ അടച്ചിട്ടാൽ അതിൽ പൊടിയും, ഇവിടുത്തെ ഭാഷയിൽ മാറാമ്പലും അഴുക്കും എട്ടുകാലിയൊക്കെ വരും. ഇനി മാറാമ്പൽ മാത്രം കളഞ്ഞാൽ പോരാ, ഈ ചുക്കലി എന്നൊക്കെ പറയും, അത് മാത്രം കളഞ്ഞാൽ പോരാ, എട്ടുകാലിയെ കൂടെ കൊന്നു പറയണം, അല്ലെങ്കിൽ വീണ്ടും വരും. ഇതുപോലെ മടിയുടെ അലസതയുടെ പിശാചിനെ ഓടിച്ചു കളയണം. അതിന് നമ്മൾ പ്രവർത്തിക്കുന്നവരായിത്തീരണം, ഉത്സാഹിക്കുന്നവരായിത്തീരണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വിജയം സുനിശ്ചിതമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടും. എല്ലാ ദിവസവും പറയണം, എൻ്റെ വിജയങ്ങൾ ഞാൻ നേടും, എൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ പ്രാപിക്കും. തീർച്ചയായിട്ടും ഞാൻ അനുഗ്രഹമുള്ള വ്യക്തിയാണ്. എൻ്റെ ഭാവിയെല്ലാം മറിയും. ഞാൻ നല്ല നിലയിലായിത്തീരും. എൻ്റെ കുടുംബം ഉയരും. എൻ്റെ അവസ്ഥകൾ മാറും. സാമ്പത്തിക ബാധ്യതകളെല്ലാം തീരും. ഞങ്ങൾക്ക് നന്മകൾ വരും. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങൾ ജീവിതത്തിൽ വിജയിക്കും. അങ്ങനെ ഒന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഒന്ന് പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ നമ്മുടെ തലച്ചോറിലേക്ക് കൊടുത്ത്, മക്കളിലേക്ക് കൊടുത്ത്, നീ മിടുക്കുക, നിനക്ക് പറ്റും. വിഷമിക്കേണ്ട, നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി പഠിക്കുക, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ നീ അങ്ങനത്തെവളാ, രാജുവിനെ കണ്ടുപിടിക്കുക, മേരീനെ കണ്ടുപിടിക്കുക, ജോണിനെ കണ്ടുപിടിക്കുക, അതെല്ലാം നിർത്തുക. ആരുമായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക. മനസ്സിടിച്ച് കളയല്ലേ. വിഷം കുത്തിവെച്ച് കൊല്ലുന്നതിനേക്കാൾ കഷ്ടമാണ്. അവരവരായിട്ട് ജീവിക്കാനായിട്ട് അനുവദിക്കുക. വേണ്ട സപ്പോർട്ടുകൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക്
വളർത്താം, നമ്മുടെ വാക്കുകൾ കൊണ്ട് തളർത്താം. ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛൻ IMS ഡയറക്ടർ അച്ഛൻ പറയാറുള്ള കാര്യം, വളർത്തുന്നവൻ താനേ വളർന്നുകൊള്ളും, തളർത്തുന്നവൻ താനേ തളർന്നു പോകും. അപ്പോൾ മറ്റുള്ളവരെ വളർത്തുന്നവരായി തീരാം, അല്ലാതെ തളർത്തുന്നവരായി നമ്മളും തളർവാദക്കാരായി തീരാതെ വളർത്തുന്ന വാക്കുകൾ കൊണ്ട് നമുക്ക് മുന്നേറാം. പ്രതീക്ഷകൾ കൈവിടരുത്. തീർച്ചയായും നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.